എൻ്റെ ഒരു അഭിപ്രായം പറയാം. 12 ഗോത്രമുണ്ട്. 12 ഇപ്പോൾ രൂപേനും ശിമിയോനും ഗാദനും നഫ്താലി അതിലൊക്കെ 100 രൂപ കിട്ടിയ ഞായറാഴ്ച പ്രമാണം അനുസരിച്ച് എത്ര കൊണ്ടുവരണം? 10. 12 പേര് 10 വെച്ച് കൊണ്ടുവരുമ്പോൾ ഈ പച്ചം പറ 120 കൊണ്ടുവരുന്നത് ആർക്കുള്ളതാ? ലേവിക്ക്. 100 കൊടുത്തവന് 10 കൊടുത്തവന് 100 ഉള്ളവന് പിന്നെ അവൻ എത്രയുണ്ട്? 90. ലേവിക്ക് എത്ര കിട്ടി? 120. മതിയോ? ആമേൻ. നീ പിന്നെ അവിടെ ചെന്ന് കരയുന്ന എന്തിനാ? എന്തിനു കരയുന്നു? ഏനം വല്ല മനസ്സിലായോ? ആ, മനസ്സിലാവുന്നുണ്ടല്ലോ. യഹോവ അവന്റെ ധനത്തെ അനുഗ്രഹിച്ചേക്കാൻ. പിന്നെ അടുത്ത പ്രവൃത്തിയിൽ പ്രസാദിക്കണം. ഇവൻ എന്ത് ചെയ്താലും പ്രസാദിച്ചോണം കേട്ടോ. ഇവൻ എന്ത് ചെയ്താലും പ്രസാദിച്ചോണം. അടുത്തത് അവന്റെ എതിരികളും അവനെ ദ്വേഷിക്കുന്നവരും. മറുവശമുണ്ട്. ഇങ്ങനെയൊക്കെ പ്രമാണത്തിനും അവൻ വചനത്തിനും വേർപാടിനും വേണ്ടി നിൽക്കുമ്പോൾ നിനക്ക് എതിരികൾ കാണും, ദ്വേഷിക്കുന്നവർ കാണും. പക്ഷെ അടുത്ത വാക്യം, ദൈവം അവരെ ഒതുക്കിക്കോളും. നീ ഒതുക്കാൻ പോകണ്ട. ഞാനധികം വിസ്തരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. അവൻ ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ, ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് ദൈവം തമ്പുരാൻ പറയുക, 1 നിന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചു, 2 നിന്റെ ധനത്തെ അനുഗ്രഹിക്കും, 3 നിന്നെ പകയ്ക്കുന്നവരെയും ദ്വേഷിക്കുന്നവരെ ഞാൻ ഒതുക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പിന്നെ അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തി. അപ്പൊ കണ്ടോ, ഹീനത വരുത്തി. സെബൂലൂനും നഫ്താലിന് ഹീനത വരുത്തി. ഈ സെബൂലൂനും നഫ്താലിയും നിങ്ങൾ പുസ്തകം പഠിക്കുമ്പോൾ ദൈവദാസന്മാർക്ക് അറിയാമല്ലോ. 1 ദാസിയുടെ മകൻ, 2 അനിഷ്ടയുടെ മകൻ. 30-7 30-19 പെട്ടെന്ന് വായിച്ചു. 37 30-19 അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. റാഹേലിന്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ച യാക്കോബിന് 2ാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ എന്റെ സഹോദരിയോട് വലിയോർ പോർ പൊറുതു ജയിച്ചുമിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു. അപ്പൊ ദാസി കൂടി ജനിച്ചതാ. 19 ലേയ പിന്നെയും ഗർഭം ധരിച്ചു. യാക്കോബിന് 6ാമതൊരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും. ഞാൻ അവൻ 6 മക്കളെ പ്രസവിച്ചല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബുലൂൻ. നഫ്താലി ദാസിയുടെ മകനും സെബുലൂൻ അനിഷ്ടയുടെ മകനും. മറ്റവരെല്ലാം മിടുക്കന്മാരാ. രൂബേൻ വലിയ മിടുക്കനാ, ശിമിയോനും മിടുക്കനാ, ലേവിയും മിടുക്കനാ, യഹൂദയാണ് അതിലും മിടുക്കനാ. ഈ 2 കൊച്ചുങ്ങള്, 1 ദാസിയിൽ കൂടി ജനിച്ചത്, 1 അനിഷ്ടയുടേത്. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ഇവർ 2 പേരും മറ്റവര് കൂടുമ്പോഴൊക്കെ വെച്ചിരുത്തും വർത്താനം ഒക്കെ ഉണ്ട്. ആരാ? ഓ അതല്ല, അവിടെ അതാ ഓച്ചറ കണ്ണീട്. ഇവരെ ഒറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. പക്ഷേ നഫ്താലിയും സെബൂലൂനും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. വിസ്തരിച്ച് പോകേണ്ടതെങ്കിലും പോയിന്റ് മാത്രം പറയാം. നിങ്ങൾക്കറിയാം, പുതിയ പോയിന്റ് ഒന്നുമില്ല, നിങ്ങൾക്കറിയാവുന്ന പോയിന്റ് ഒക്കെ ഉള്ളൂ. നഫ്താലിയും സെബൂലൂനും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. 1 ഇവര് ഈ സീസര 900 ഇരുമ്പുരവുമായി യുദ്ധത്തിന് അങ്ങോട്ട് വന്നു. ഇവനെ പറ്റി പറഞ്ഞെടുത്തെല്ലാം 900 ഇരുമ്പുരഥമാണ്. ഇവൻ 900 ഇരുമ്പുരഥമായിട്ട് യുദ്ധത്തിന് വന്ന് താഴ്വരയിൽ പരന്നപ്പോൾ സകല ആൾക്കാരും ഭയപ്പെട്ടു പോയി. യാബീന്റെ സേനാപതി സീസര എല്ലാവരും ഭയചകിതരായി വെപ്രാളപ്പെട്ടപ്പോൾ ദബോരാ ദൂത് പറഞ്ഞു ബാരാക്കിനോട്, നീ യുദ്ധത്തിന് സജ്ജനാകണം. അപ്പൊ ചോദിച്ചു, ആരൊക്കെ വരും? അങ്ങനെ ചോദിച്ചപ്പോൾ നഫ്താലിയുടെയും സെബൂലൂന്റെയും 10,000 പേര് കൂടി. മിടുക്കന്മാരാരും വന്നില്ല. വരാത്തത് ആരാന്നൊക്കെ 14 മുതലുള്ള വാക്യം വായിച്ച ഈ പച്ച ന്യായാധിപന്മാർ 5-14 മുതലുള്ള തിരുവെടുത്ത് വായിച്ച് പോയതാരാ പോകാഞ്ഞതാരാന്നൊക്കെ അല്ല. 5-14 4 വിഷയവും 5 സംക്ഷിപ്ത വിവരണമാ.
എഫ്രൈമിൽ നിന്ന് അമാലേക്കിൽ വേറുള്ളവരും ബെന്യാമീനെ നിന്റെ ജനസമൂഹത്തിൽ മാഹിയിൽ നിന്ന് നായക ദണ്ഡധാരികളും സെബൂലൂനിൽ നിന്ന് ദണ്ഡധാരികളും വന്നു. പിന്നെ ഇസ്സാഖാർ പ്രഭുക്കന്മാർ എന്ന പോലെ ബാരാക്കും ചാടി താഴ്വരിൽ അവനോടുകൂടെ ചാടി പുറപ്പെട്ടു. രൂപേന്റെ നീർച്ചാലുകൾക്കെതിരെ ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുടലൊത്തു കൊടുക്കുവാൻ നീ തൊടുത്തുകൾക്കിടയിൽ താമസിച്ച് കിടക്കുന്നതെന്ത്? രൂപേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി. പിന്നെ ഗിലെയാദ് യോർദാനക്കരെ പാർത്തു. ദാനെ പുള്ളിക്ക് ഷിപ്പ്യാർഡ്, മറ്റേ പുള്ളി അക്കരയിലും വരികയല്ല, എല്ലാ യോഗത്തിനും വരികയല്ല. അടുത്ത വാക്യം വായിച്ചോ. പുള്ളി യോഗത്തിന് വരുമ്പോ അനക്കമൊന്നുമില്ല, തീരാൻ നേരത്ത് ഒന്ന് കൈപൊക്കി വെച്ച് പോ. ഹല്ലേലൂയ. എന്നാലും വന്നിരിക്കുന്നില്ല, അനങ്ങുകയല്ല. നീ നന്നായിട്ട് അനങ്ങുന്ന ഒരു ദിവസം ഉണ്ട്. വായിച്ചോ. പിന്നെ സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം, സെബൂലൂനും നഫ്താലിയും പ്രാണനെ ത്യജിച്ച് പോർക്കളത്തിലേക്ക് ഇറങ്ങി. സെബൂലൂന്റെ നഫ്താലിയുടെയും 10,000 പേരെയും കൂടെ സെലക്ട് ചെയ്ത് ദെബോരയും ബാരാക്കും എല്ലാം കൂടെ താബോർ മലയുടെ മുകളിൽ കയറി, എന്റെ ഭാഷയെ പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ദൂത് പറഞ്ഞു, ഇവര് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഇവര് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിന്റെ പ്രത്യേകത ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന യുദ്ധമാണ്. അവിടെ ഒരു വാക്യമുണ്ട്, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നെന്ന. അവൻ നക്ഷത്രങ്ങൾ പൊരുതി, അവ സീസറയുമായി സുഹൃത്തുക്കളിൽ പൊരുതി, താനാറ്റിൽ വെച്ച് മെഗിത്തോ വെള്ളത്തിനരികെ വെച്ച് പൊരുതി. വെള്ളി അങ്ങവർക്ക് കൊള്ളയായിരുന്നു. അവൻ സ്തോത്രം. താഴോട്ട് പഠിക്കുക. അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കത്തനം ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അവൻ സെബൂലൂന്റെ നഫ്താലിയുടെയും 10,000 പേര് താബോർ മലയിൽ കയറി ദൈവത്തെ ആരാധിച്ചു. ഇവര് ദൈവത്തെ ആരാധിച്ചപ്പോൾ ആരാധിച്ച ജനത്തിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്തു. അപ്പോൾ എല്ലാരും പേടിച്ചും പരുവക്കേടിൽ. രൂപേനാണെങ്കിൽ കണക്ക് കൂട്ടിയിരിക്കുക. രൂപേന്റെ നീർച്ചാലുകൾക്കരികെ പുള്ളി യോഗത്തിന് വരണമെങ്കിൽ കണക്ക് കൂട്ടും. നമ്മൾ പോയാൽ വണ്ടിക്കൂലി, നമ്മുടെ വണ്ടി എടുത്താൽ മറ്റവര് നമ്മുടെ വണ്ടിയെ കയറാൻ സാധ്യത ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ വണ്ടി എടുക്കാതിരിക്കുന്നതാ നല്ല. എല്ലാം കണക്ക് കൂട്ടല്ല. സ്തോത്രം കഴിച്ച 10 ഇടണോ 50 ഇടേണ്ട കാര്യം എല്ലാം കണക്ക് കൂട്ടല്ല. അപ്പം മേളിരുന്ന് പുള്ളിയും കണക്ക് കൂട്ടുക. പുള്ളിയും കണക്ക് കൂട്ടുക. പുള്ളിയുടെ കണക്കാണ് കൃത്യമാണ്. ഇവനെല്ലാം കണക്ക് കൂട്ടുക. ഒരുത്തൻ അനങ്ങാതിരിക്കുന്നു, അനങ്ങുകയല്ല. എല്ലാ യോഗത്തിനും പുള്ളി വന്ന് ഫ്രണ്ട് സീറ്റിലിരിക്കും. സമുദ്രതീരത്ത് പണ്ട് ഷീമാട്ടിലുണ്ടായിരുന്നു ബൊമ്മ. ഇങ്ങോട്ട് അനക്കമില്ല, ഒരു ചെറിയ സ്പ്രിങ്ങാ. പുള്ളി യോഗത്തിന് വരും, അനങ്ങുന്നില്ല. ഒരുത്തൻ അതിന്റെ തുറമുഖക്കകത്ത്, കപ്പലുകൾ തുറമുഖത്താണ്, ഷിപ്പ്യാർഡില്ല. ഒരുത്തൻ കണക്ക് കൂട്ടിയിരിക്കുക. ഇവന്മാരെല്ലാം ഇങ്ങനെ ഉഴപ്പിയപ്പോൾ നഫ്താലിയുടെ സെബൂലൂന്റെ 10,000 പേര് ആരാധിക്കാൻ പർവ്വതത്തിലോട്ട് കയറി. ദൈവം അത് കുറിച്ചു വെച്ചു. അവൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇനി മാത്രമല്ല, വർഷങ്ങൾ കഴിഞ്ഞ് ഇസ്രായേലിന്റെ മധുരഗായകനാകുന്ന രണ്ടാമത്തെ രാജാവാകുന്ന ദാവീദ് യഹോവയുടെ പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവരിക. ആദ്യത്തെ പോക്കിന് അപാകത വന്നു, വിസ്തരിക്കേണ്ട. രണ്ടാമത്തെ പോക്കിൽ 850 ലേവ്യരെ കൊണ്ടുപോയി. ആദ്യം വലിയ പാട്ടുകാരെ കൊണ്ടുപോയി, ഗുണം പിടിക്കാത്ത കുറെ പാട്ടുകാരാ. ബിരുദന്മാരെന്നാ എഴുതിയേക്കുന്ന ബിരുദന്മാര് 30,000 പേരെ കൂട്ടി. ബിരുദന്മാരെന്നുണ്ട് ഈ പച്ച. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല ബിരുദന്മാരുമായി, സകല ബിരുദന്മാരും 30,000 ബിരുദന്മാരെല്ലാം കൂടെ കൊണ്ടുപോയി. ഇവര് വീണാമുട ചന്തപ്പുര് തമ്പു കൈത്താളമിന് താളം എല്ലാം കൂടെ അടിച്ച് പെരുക്കി പാടി തുള്ളിച്ചാടി നാഗോന്റെ കളത്തിൽ ചെന്നപ്പോ കാളയ്ക്ക് വണ്ടി എന്നാ, മന്ന എന്നാ, വടി എന്നാ, പാത്രം എന്നാ, പ്രമാണം എന്നാന്ന് മൂരിക്കാളയ്ക്ക് അറിയാമോ? കാള ഇതെല്ലാം കൂടെ കണ്ട് വരുണ്ട്. ആ പ്രശ്നമൊന്നും ഞാൻ പറയുന്നില്ല. ഒടുവിൽ ഇത് അവൻ ഓബേദോമിന്റെ വീട്ടിൽ കൊണ്ടുവച്ച് 3 മാസം അവനെ അവന്റെ കുടുംബത്തെ ദൈവം അങ്ങനെ ഗ്രഹിച്ചു. ദാവീദ് വീട്ടിൽ പോയി പുനഃപരിശോധന നടത്തിയപ്പോൾ മനസ്സിലായി, ഇത് വണ്ടിയെ കയറ്റേണ്ടതല്ല, ഇത് തോളെ ചുമക്കേണ്ടതാ. പിന്നീട് പാട്ടുകാരെല്ലാരെയും കൊണ്ടുപോയില്ലെങ്കിലും ഗുണം പിടിച്ച പാട്ടുകാരെ കൊണ്ടുപോയി. 850 ലേവ്യര് അവരെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഓബേദോമിന്റെ വീട്ടിൽ നിന്ന് പെട്ടകമെടുത്ത് തോളെ വെച്ചു. പെട്ടകത്തിന് തണ്ട് ചെലുത്തിയിട്ടുണ്ട്. ആ തണ്ട് തോളെ വെച്ച് അവരിങ്ങനെ പെട്ടകം കൊണ്ടുവരികയാണ്.
മിടുക്കന്മാരെല്ലാം മാറി അകന്നു നിന്നപ്പോൾ പെട്ടകം ഇങ്ങോട്ട് കൊണ്ട് 6 ചുവട് വെച്ചപ്പോൾ ദാവീദ് യാഗം കഴിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി പഞ്ഞിനൂലുകൊണ്ട് അങ്കി ധരിച്ച് പെട്ടകത്തിന് മുമ്പാകെ പൂർണ്ണ ശക്തിയോടെ കുതിച്ച് നൃത്തം ചെയ്തു. ഇങ്ങനെ നൃത്തം ചെയ്തതിന്റെ വേറൊരു സംഭവം വായിച്ച് 68-24 മുതൽ വായിച്ചോ സങ്കീർത്തനം. ആ വരവിനെ പറ്റി ഒരു ഭാഗം എഴുതിയിരിക്കുന്നത് വായിച്ച്. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്തെ കണ്ടു. എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള എഴുന്നള്ളത്തെ തന്നെ. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിന്നിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. പിന്നെ ഇസ്രായേലിന്റെ ഉറവകളിൽ നിന്നുള്ളവര് സഭായോഗങ്ങൾ നിങ്ങൾ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവീൻ. അവിടെ അവരുടെ നായകനായ ബെന്യാമീനും പിന്നെ യഹൂദ പ്രഭുക്കന്മാരും അവരുടെ അംഗവും സെബുലൂൻ പ്രഭുക്കന്മാരും. അപ്പൊ സെബുലൂനും നഫ്താലിയല്ല, ഈ പെട്ടകം കൊണ്ടുവന്ന സന്ദർഭത്തിൽ പൂർണ്ണ ശക്തിയോടെ അവൻ ഇതിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നഫ്താലി സെബുലൂനും മുമ്പോട്ട് വന്നു. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദൈവത്തിന് മകത്ത് ദെബോരയോടുള്ള യുദ്ധത്തിൽ നഫ്താലി സെബുലൂനും വന്ന് താബോർ മലയിൽ ദൈവത്തെ ആരാധിച്ചു. പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ നഫ്താലി സെബുലൂനും സമയം തക്കത്തിൽ ഉപയോഗിച്ച് അവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. അധികം വിവരിക്കുന്നില്ല, വേറെ വാക്യം ചേർത്ത് കോർത്തിണക്കണം. ഈ നഫ്താലിക്ക് സെബുലൂനും ഒക്കെ കൊടുത്ത സ്ഥലമാണ് പരുവക്കേട് പിടിച്ച സ്ഥലമാണ്. നിങ്ങൾക്കറിയാം, കാബൂൽ എന്നാ പറയുന്ന. കാബൂല് അതാ തിമിരമുള്ള ദേശം, ഇരുട്ടുള്ള ദേശം, അന്ധകാരമുള്ള ദേശം. കാബൂല്. അതിന്റെ ചരിത്രം പുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം. ദാവീദ് ആലയം പണിയുവാൻ ആഗ്രഹിച്ചെങ്കിലും പറഞ്ഞ് പണിയണ്ട, നിന്റെ മോൻ ശലോമോൻ പണിയും. ശലോമോൻ ഹീരാമിനോട് അടിയെല്ലാം ചോദിച്ചത്. അടി നിങ്ങൾക്ക് ആ ഭാഗം അറിയാൻ വെട്ടി കൊടുത്തു. സീദോനിന് മരം മുറിക്കാൻ സമർത്ഥരാ. അവര് തടിയെല്ലാം വെട്ടിയപ്പം ശലോമോൻ ഹീരാമിന് പ്രതിഫലമായിട്ട് 20 പട്ടണം കൊടുത്ത് പരുവക്കേട് പട്ടണമാണ് കൊടുത്തത്. 9:10 വായിച്ചോ. ഈ പച്ച രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9:10 നമുക്കറിവുള്ള വാക്യമാണ്, എങ്കിലും ഒന്ന് വായിച്ചു സഹായിച്ചാട്ട സന്ദർഭം വന്നത് കൊണ്ട്. 9:10 വലത്ത് വശത്ത് കണ്ണിക തുടങ്ങുന്നിടത്ത് 9:10 വായിച്ചു. ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോനെ അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിനെ ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. 20 കൊല്ലം കൊണ്ട് പണിതപ്പോൾ പുള്ളി 20 പട്ടണം കൊടുത്ത പട്ടണം അത്ര നല്ല ഗുണമുള്ള പട്ടണം ഒന്നും അല്ല. ശലോമോൻ ഭയങ്കര ബുദ്ധിമാനാ. പിന്നെ ബുദ്ധിമാനാ. പണ്ട് അങ്ങനല്ലേ, സായിപ്പന്മാർ അങ്ങനെ ആയിരുന്നല്ലോ. കാട്ടിലോട്ട് ആൾക്കാർക്ക് ഇഷ്ടം പോലെ സ്ഥലം കൊടുക്കുക, ആൾക്കാർ കയറി വെട്ടിത്തെളിച്ച് നല്ല പരുവാക്കുമ്പം. ഇത് തന്നെ ശലോമോൻ, നല്ല മോനാ ഇവൻ. ശലോമോൻ ഇവൻ 20 പട്ടണം കൊടുത്തു. അപ്പൊ അടുത്തത് ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണാൻ. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണം കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു. പുള്ളി സോരിൽ നിന്ന് വന്നു. സോർ നിവാസികൾ ദേശത്തിലെ ധനവാന്മാരാ, കാശുമൊക്കെയുള്ള ആളാ. പക്ഷെ വന്നു. എന്നാൽ അവന് ബോധിച്ചില്ല. അതിനതൊരു ബോധിക്കാതെ തന്നെ വായിച്ചത്. ബോധിച്ചില്ല. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്തെന്നാ പട്ടണമാണ്? അതെങ്ങനെയാണോടാ കൊടുക്കുന്നത്? അടുത്തത് അവയ്ക്ക് ഇന്ന് വരെയും കാബൂൽ ദേശം. അപ്പോൾ ഇത് ഇരുണ്ട ദേശം, അന്ധകാര ദേശം, തിമിരമുള്ള ദേശം. ഈ ദേശം ആ നഫ്താലിക്കും സെബുലൂനും ഒക്കെ കൊടുത്ത ദേശങ്ങളിൽ പെട്ടതാ. അങ്ങനെ കിടക്കുക. പക്ഷേ ഈ ദേശമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ പരുവക്കേടാണെങ്കിലും എന്റെ ഭാഷ പറഞ്ഞാൽ ദെബോരയോടുള്ള ബന്ധത്തിൽ താബോർ മലയിൽ ആരാധിക്കാൻ കയറി. പെട്ടകം കൊണ്ടുവന്നപ്പോൾ പൂർണ്ണ ശക്തിയോട് ദൈവത്തെ ആരാധിച്ചു. ഇവര് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഒറ്റവാക്കി പറഞ്ഞ് വിടാം, വിസ്തരിക്കണ്ട. അതുകൊണ്ട് ദൈവം ചെയ്ത പരിപാടി ഒറ്റവാക്കി പറയാം. ഈ ദൈവത്തെ ആരാധിക്കാനും പെട്ടകത്തിന്റെ മുമ്പിൽ നിൽക്കാനും ഇവര് ധൈര്യത്തോടെ സമയം തക്കത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് സർവജ്ഞനായ ദൈവം അവൻ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ഉലകത്തിലേക്ക് അവതരിച്ച അവൻ നസറേയനാകുന്ന യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ കന്നി പ്രസംഗം നഫ്താലിയുടെ അതിരില്ല. വായിച്ചോ. 4:12 മത്തായി 4:12.
അത് തന്നെ വായിച്ചു. യോഹന്നാൻ തടവിലായെന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രത്ത് വിട്ട് സെബൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർന്നഹൂമിൽ ചെന്ന് പാർത്തു. അടുത്തത് സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ആദികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞാൽ കാബൂൾ ദേശത്തിൽപ്പെട്ട ഇരുട്ടിലും അന്ധകാരത്തിലും തിമിരത്തിലും കുരുക്കിലും കിടന്ന ദേശത്ത് ലോകരക്ഷകനാകുന്ന വെളിച്ചമാകുന്ന യേശു ക്രിസ്തു പ്രകാശിപ്പാനിടയായി. ഇന്ന് രാത്രി നീ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നിന്റെ ജീവിതത്തിലെ അന്ധകാരം മാറും, കുടുംബത്തിന്റെ അന്ധകാരം മാറും, ദേശത്തിന്റെ അന്ധകാരം മാറും, ജീവിതത്തിന്റെ അന്ധകാരം മാറും. സാക്ഷാൽ വെളിച്ചമായി